അടുത്ത് നോക്കാം. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ആഫ്റ്റർ ബീങ് ആക്സിലേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എൻറ്റേഴ്സ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മൂവ്സ് ഇൻ എ സർക്കുലർ റേഡിയസ് ആർ. അല്ലെ, നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ചാർജ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ചാർജ് വി വെലോസിറ്റിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സർക്കുലർ പാത്തിൽ കൂടെ എന്ത് ചെയ്യും, കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ ചാർജിനൊരു വെലോസിറ്റി ഉണ്ടായിരിക്കണം. ആ വെലോസിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്ത് ഈ ചാർജിന് എന്ത് ചെയ്യും, സ്പീഡ് കൂട്ടിയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവിടുക. അപ്പോൾ അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉപയോഗിച്ച് ഇതിനെ ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കേണ്ട ഫോമുല, ഈ കറങ്ങുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കേണ്ട ഫോമുല എന്താണ്, mv/qb ആണ്. നമ്മൾ പഠിച്ച ഫോമുലയാണ് mv/qb ആണ്. ഈ ഫോമുല mv എന്ന് പറഞ്ഞാൽ മൊമെൻറ്റമാണ്, അല്ലേ, മൊമെൻറ്റം ഡിവൈഡ് ബൈ ക്യൂബ്. കുറേ ഫോമുലയുണ്ട് റേഡിയസ് കണ്ടുപിടിക്കുക, മൊമെൻറ്റം വെച്ചുള്ള ഫോമുലയുണ്ട്. ഇത് കൈനറ്റിക് എനർജിയിലോട്ട് മാറ്റുകയാണെങ്കിൽ √2mk ഡിവൈഡ് ബൈ QB എന്ന് വരും, അല്ലേ. കാരണം എന്താണ്, മൊമെൻറ്റം നമുക്കറിയാം, മൊമെൻറ്റവും കൈനറ്റിക് എനർജി തമ്മിലുള്ള ഫോമുല കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ p²/2m ആണെന്നും മൊമെൻറ്റം √2mk ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോമുലയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് വേണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആക്കിയ റേഡിയസിന് എന്ത് സംഭവിക്കുക? അപ്പോൾ നമുക്ക് വേണ്ട ഫോമുല റേഡിയസും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഫോമുലയാണ്. അപ്പോൾ 2m കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, എനർജി കണ്ടുപിടിക്കേണ്ട ഫോമുല QV ആണ്, അല്ലേ. നമുക്കറിയാം പൊട്ടൻഷ്യൽ V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉപയോഗിച്ച് ഒരു ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ചാൽ അതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി QV ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, QV കൊടുക്കാം. QV/QB എന്നിടാം, QB, അല്ലേ. അപ്പോൾ ഇവിടെ ആ ചാർജിൻ്റെ മാസ് കൂടുന്നില്ല കുറയുന്നില്ല, ചാർജ് കൂടുന്നില്ല കുറയുന്നില്ല, അല്ലേ. അതേപോലെ ഈ ചാർജും കോൺസ്റ്റൻ്റ് ആണ്, ബിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √V എന്ന് പറയാം. അപ്പോൾ √V ആയതുകൊണ്ട് V ഡബിൾ ആയാൽ, V എത്ര ടൈംസ് ആയി, ഡബിൾ ആയാൽ R എത്ര ടൈംസ് ആവും, √2R ആവും. കാരണം എന്താണ്, ഇവിടെ റൂട്ട് ഉള്ളതുകൊണ്ട് √2 ടൈംസ് ആയിട്ടായിരിക്കും ആവുക. V 3 ടൈംസ് ആയിരുന്നെങ്കിൽ ഇത് റേഡിയസ് √3R ആയേനെ. V 10 ടൈംസ് ആയിരുന്നെങ്കിൽ റേഡിയസ് √10R ആയേനെ. അപ്പോൾ ഇവിടെ റേഡിയസ് √2R ആണ് ആവുക, √2R. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഫോമുല പറഞ്ഞെങ്കിലും ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോമുലകൾ, ഈ 10 ടൈപ്പുകൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോമുലകൾ, ഈ ഫോമുല പഠിക്കുക, അതുപോലെ തന്നെ നമ്മൾ അടുത്തെഴുതിയ √2mk/QB എന്ന് പറയുന്ന കൈനറ്റിക് എനർജി വെച്ചുള്ള ഫോമുല പഠിക്കുക. അടുത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചുള്ള ഫോമുല √2mQB ഡിവൈഡ് ബൈ QB എന്ന് പറയുന്ന ഫോമുല പഠിക്കുക. ഇത്രയും ഫോമുല അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത്രയും ഫോമുല അറിയാമെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, കൈനറ്റിക് എനർജി ചോദിച്ചാലും, മൊമെൻറ്റം വെച്ച് ചോദിച്ചാലും, വെലോസിറ്റി മാസ് വെച്ച് ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻസർ √2R എന്നുള്ളതാണ്.